ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു പെൻസിൽ പാത്ത്. ദേ ഈ പുസ്തകം നിങ്ങൾക്ക് ഒരുവിധം ആളുകൾക്കൊക്കെ പരിചയം കാണും. അതെ, റാം കെയർ ഓഫ് ആനന്ദി. അഖിൽ പി ധർമ്മജൻ എഴുതിയ ഈ പുസ്തകം എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഒരു സമയത്ത് വളരെയധികം തരംഗം സൃഷ്ടിച്ചൊരു പുസ്തകമായിരുന്നു. അതിന് ഒരുപാട് പോസിറ്റീവ് കമൻസും അതോടൊപ്പം വിമർശനങ്ങളും ഉയർന്നു വന്നൊരു പുസ്തകമാണ്. ഒരു സിനിമാറ്റിക് ടൈപ്പ് റൈറ്റിംഗ് സ്റ്റൈല് സ്വീകരിച്ച ഈ പുസ്തകത്തിന് എനിക്ക് തോന്നുന്നു പുതുതലമുറയിൽ ഒത്തിരി വായനക്കാരെ ആകർഷിച്ചൊരു പുസ്തകമാണെന്ന് വേണമെങ്കിൽ പറയാം. ശരിക്കും ഇതിലെ കഥാപാത്രം, അതായത് കേന്ദ്ര കഥാപാത്രമായിട്ടുള്ള ആം, ആനന്ദിയെയും അതേപോലെ റാമിനേക്കാളും നമുക്കൊക്കെ കൂടുതലായിട്ട് ഈ ഒരു പുസ്തകത്തിൽ നമ്മളെ എപ്പോഴും പിടിച്ചുലയ്ക്കുന്നൊരു കഥാപാത്രമാണ് മല്ലിയുടേത്, അല്ലേ? അപ്പോൾ ഞാനിവിടെ വരയ്ക്കുന്നതും ആ മല്ലിയെ തന്നെയാണ്. സത്യം പറഞ്ഞാൽ ഈ പുസ്തകം ഇറങ്ങിയ സമയത്ത്, അല്ലെങ്കിൽ ആ ബുക്ക് വായിച്ച സമയത്ത് ഇങ്ങനെ ആ ഒരു ക്യാരക്ടറിൻ്റെ രൂപം ഇങ്ങനെ മനസ്സിൽ വന്നായിരുന്നു. അന്ന് ശരിക്കും പറഞ്ഞാൽ അതൊരു തരംഗമായിരുന്നു. അതായത് വായിച്ചവരൊക്കെ മല്ലിയെ വരച്ചാലോ എന്ന് പറഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ടെലഗ്രാമിലും ഇൻസ്റ്റഗ്രാമിലും എല്ലായിടത്തും ഇങ്ങനെ അവരവരുടെ കാഴ്ചപ്പാടിലുള്ള മല്ലിയുടെ രൂപം വരയ്ക്കുക. എനിക്ക് തോന്നുന്നു ആനന്ദിയേക്കാളും കൂടുതൽ ഹൈപ്പ് കിട്ടിയത് ഒരു പക്ഷേ മല്ലിക്ക് തന്നെയായിരിക്കും, അല്ലേ? അപ്പോൾ ഈ മല്ലിയെ വരയ്ക്കുന്നത് അന്നൊരു തരംഗമായിരുന്നു. അന്ന് എനിക്ക് വരയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല, പക്ഷെ അന്നേ മനസ്സിലുള്ളൊരു സംഭവമായിരുന്നു മല്ലി എപ്പോഴെങ്കിലും വരയ്ക്കണമെന്ന്. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് എൻ്റെ മൈൻഡിലുള്ള ഒരു രൂപം സ്വന്തമായിട്ട് എനിക്ക് വരച്ചെടുക്കാൻ കഴിയില്ല. അപ്പം ഞാൻ പിന്നെ എന്താ ചെയ്തു, അതേ ചാറ്റ് ജി പി ടിയുടെ അടുത്ത് ചോദിച്ചിട്ടൊരു, ചാറ്റ് ജി പി ടി അല്ല, ഐ തിങ്ക് ജെമിനി, അങ്ങനെ ജെമിനിൻ്റെ അടുത്ത് ചോദിച്ചിട്ട് ഞാനൊരു ഇമേജ് ക്രിയേറ്റ് ചെയ്തു. എൻ്റെ മനസ്സിലെ രൂപങ്ങളൊക്കെ പറഞ്ഞു. ഇങ്ങനെ തലമുടിയിൽ ഫ്ലവറൊക്കെ വെച്ചിട്ടുള്ള മല്ലി. അപ്പം ഞാൻ വരച്ചു വന്നപ്പോൾ എനിക്ക് ഇങ്ങനെയാണ് കിട്ടിയത്. നിങ്ങൾ പറയണേ എങ്ങനെയുണ്ടെന്ന്.